ലോണും ക്രെഡിറ്റ് കാർഡുമായിട്ടുള്ള കേസുകൾക്ക് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മുന്നെല്ലാം ബാങ്ക് കോർട്ട് മുഖേന കേസാക്കാറാണ് പതിവ്. ഇപ്പോൾ ബാങ്ക്സ് കേസാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ജഡ്ജ്മെന്റ് വന്നു കിടന്നാൽ വീണ്ടും ആ എമൗണ്ടിന് നെഗോഷിയേറ്റ് ചെയ്ത് ബാങ്കായിട്ടൊന്ന് സംസാരിച്ചാൽ പല ബാങ്കുകളും വളരെ റീസണബിൾ എമൗണ്ടിൽ അത് സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതിലൊരു കാരണം പലപ്പോഴും ഈ ക്ലയൻസ് അടയ്ക്കുന്ന പൈസ ടൈമിന് കോർട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ പേരിൽ ഇവർ എത്രയും വേഗം ഒരു റീസണബിൾ ഹാഫ് പേയ്മെന്റിൽ, അതായത് ഇൻട്രസ്റ്റ് എല്ലാം അവോയ്ഡ് ചെയ്തൊക്കെ സെറ്റിൽമെന്റിന് തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അതിന് ഒന്ന് അവർ ഓപ്പൺ ചെയ്തിട്ടുള്ള കേസ് പിൻവലിക്കാം എന്ന് വ്യക്തമായിട്ട് അവരിൽ നിന്ന് ഒരു ഇമെയിലിൽ കൂടി കൺഫർമേഷൻ എടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യണം നമ്മുടെ പേരിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ നാട്ടിലായിരിക്കുന്ന ആൾക്കാർ 100% നന്നായി കേസ് ഉണ്ടോയെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ലോൺ കേസുകളിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ ഓൺലി ട്രാവൽ ബാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര വറീഡ് ആവേണ്ട ഒരു ഇഷ്യൂ ഇതിലില്ല.